ഹായ് ഡി ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് അറിയാത്തവരും അറിയുന്നവരൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതും. അപ്പോൾ നമുക്ക് ഒട്ടും ബോറടിപ്പിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് ഇതാ ഇതേപോലെ ഈ മിക്സി എങ്ങനെയൊക്കെ ഉപയോഗിക്കണം അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉള്ളിലൊരു ബുക്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ജാറൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, എന്തിനൊക്കെ ഉള്ളതാണ് എന്നുള്ളത് ഓരോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആണുള്ളത്. അപ്പോൾ ഇതാ ബോക്സ് ഓപ്പൺ ചെയ്താൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാം. അപ്പോൾ ഇതിലുള്ള ഓരോ സംഭവങ്ങളും ഞാൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ളൊരു മിക്സിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി കാണാം. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് 3 ജാറുകളും, അതേപോലെ ജ്യൂസിൻ്റെ ജാറ്, പിന്നെ ചോപ്പർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ മോട്ടർ. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് പ്രീതി സോഡിയാക്ക് ബ്ലാക്ക് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് ട്രൈപോഡ് ഷേപ്പിലാണ് ഇതുള്ളത്. പിന്നെ അതുപോലെ സ്പീഡ് കൺട്രോള് കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ്. പിന്നെ എന്താ പറയുക, 250 വാട്ട്സാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ റേറ്റ് വന്നിട്ട് 8000 മുതൽ 9000 വരെയൊക്കെയുള്ള ആ ഒരു എമൗണ്ടിൻ്റെ ഇടയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഓഫറിൽ കിട്ടിയതാണ്. പിന്നെ ഈ ഒരു മിക്സിക്ക് വന്നിട്ടുള്ളത് 5 ജാറുകളാണ് കേട്ടോ. അപ്പോൾ സാധാരണയുള്ള 3 ജാറ് ചെറുതും അതിൻ്റെ വലുതും പിന്നെ അതിൻ്റെ വലുതുമാണ് വന്നത്. ഇതാണ് 1/2 ലിറ്റർ, പിന്നെ 1 ലിറ്റർ, 1.5 ലിറ്റർ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ജാറാണ് ഇത്. ഇത് വന്നിട്ട് നമുക്ക് ചതക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറാണ്. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഏലക്ക അങ്ങനെ പല പൊടികളൊക്കെ ആക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ പൊടിക്കുന്ന ഒരു ജാറാണ്. നല്ല ഹാൻഡ്ലിംഗ് ആണ് കേട്ടോ. ആ ഒരു പിടുത്തല്ലേ, അത് സൂപ്പറാണ്. അപ്പോൾ രണ്ടാമത്തെ ജാറാണ് ഇത്. 1 ലിറ്ററിൻ്റെ ജാറാണ്. പിന്നെ അതിൻ്റെ അടപ്പ് എന്ന് വന്നിട്ട് നല്ല എന്താ പറയുക, അങ്ങനെ പൊങ്ങിപ്പോരുന്നൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ ചില മിക്സിൻ്റെ ഒക്കെ കൂടുതലിടുമ്പോൾ അങ്ങ് പൊങ്ങിപ്പോവും. വാഷറൊക്കെ ഇതിൻ്റെ അടിപൊളിയാണ്. പിന്നെ വന്നിട്ടുള്ള 3ാമത്തെ ജാറാണ് ഇത്. 1.5 ലിറ്ററിൻ്റെ ജാറാണ്. ഇതും ആ ഒരു അടുപ്പ് ഏകദേശം ഒരേപോലെ സെയിമാണ്. പിന്നെ ഹാൻഡിൽ എന്ന് പറയുന്നത് പക്ക അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പിടിക്കാനൊക്കെ നല്ല പിടുത്തം കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ജാറൊന്ന് പരിചയപ്പെടാം. ഇതൊരു മാസ്റ്റർ ഷെഫ് ജാറാണ്. ഇതൊരു അടിപൊളി ജാറാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് നമുക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ജാറെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിലൊക്കെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് തരുന്ന ഒരു ജാറാണിത്. പിന്നെ ഈ ജാറിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനൊരു ഹോളുണ്ട്. അതിലേക്ക് അതിൻ്റെ അടപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതോരോ എന്താ പറയുക, സ്ലൈസിങ്ങും അങ്ങനെ ഓരോ സംഭവങ്ങൾ വരാനുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ പ്രസ് ചെയ്യാൻ വെച്ചതാണ് ആ ഒരു സംഭവം. അപ്പോൾ ഇത് ലോക്ക് ഓപ്പൺ ആക്കുന്നത് ഈ ഒരു ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ റൈറ്റിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക. അതിന് ശേഷം അടപ്പൊന്ന് ഊരി കിട്ടും. അതിനുശേഷം നമുക്ക് ഉള്ളിലിതാ ഇങ്ങനൊരു സംഭവം കാണും. അത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അത് ക്ലീൻ ചെയ്യാനും അങ്ങനെ എടുത്ത് പൊക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡിൻ്റെ ഈ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അത് കൊടുക്കുന്നത് മനസ്സിലായില്ലേ, വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ അടപ്പിടുന്ന ആ ഒരു മോഡലാട്ടോ ഇത് വരുന്നത്. അപ്പോൾ അതാ ഈ ഒരു സംഭവം ഊരാനൊക്കെ പറ്റും. പിന്നെ അതാ ഇതിൻ്റെ ബ്ലേഡും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ വരുന്ന ബ്ലേഡുകളാണ് ഇതൊക്കെ. ഒന്ന് ചോപ്പർ ബ്ലേഡ് ഉണ്ട്, പിന്നെ ഗ്നൈഡർ ബ്ലേഡ് ഉണ്ട്, ബ്ലേഡ് ഹോൾഡർ ഡിസ്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, സ്ലൈസിങ് ബ്ലേഡ്, ഗ്രേറ്റിംഗ് ബ്ലേഡ്. അപ്പോൾ ടോട്ടലി 4 ബ്ലേഡുകളാണ് വരുന്നത്. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ചോപ്പർ ബ്ലേഡാണ്. നമ്മളെ ഉള്ളി അതേപോലെ ചെറുതായിട്ട് ഇനി എന്താണോ കട്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ള ചോപ്പ് ചെയ്യാനുള്ളത് ബ്ലേഡാണിത്. അപ്പോൾ അത് ആ ജാറിൻ്റെ ഉള്ളിൽ ആ ഒരു കോണുണ്ട്, അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്.
നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ബ്ലേഡ് ഹോൾഡർ ഡിസ്ക്. ഈ ഡിസ്കിലാണ് നമ്മൾ സ്ലൈസിങ്ങും ഗ്രേറ്റിങ്ങിനുള്ള ബ്ലേഡൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റിങ്ങിനുള്ള ബ്ലേഡ് ഒന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗ്രേറ്റിങ്ങിൻ്റെ ബ്ലേഡ് എടുത്തിട്ട് ആ ഡിസ്കിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഹോള് കാണും. അതിലേക്ക് ആ ബ്ലേഡിൻ്റെ ഒരു അറ്റം ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ. അതിനുശേഷം ഈ ജാറിൻ്റെ ഉള്ളിൽ ഒരു ഹോൾഡർ ഉണ്ടാവും. അതിലേക്ക് ആ ഡിസ്ക് അതിന്മേൽ വെച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അത് ലോക്കായതിന് ശേഷം മുകളിലുള്ള ഹോളില്ലേ, ആ ഹോളിലേക്ക് നമുക്ക് എന്താണോ നമുക്ക് ഗ്രേറ്റ് ചെയ്യേണ്ടത്, ഏത് വെജിറ്റബിൾ ആണെന്ന് വെച്ചാൽ ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. ആ അടപ്പ് ഊരിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ അടപ്പ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മിക്സി ഒന്ന് ഓൺ ചെയ്യുമ്പോൾ എന്താ പറയുക, അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് താഴെ ജാറിലേക്ക് വരും. നെക്സ്റ്റ് വന്നിട്ട് സ്ലൈസിങ് ബ്ലേഡാണ്. ഇതും അതേപോലെ തന്നെ ആ ഡിസ്കിമിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് വന്നിട്ട് നല്ലോണം എന്താ പറയുക മൂർച്ചുള്ള കേട്ടോ, നല്ല ബ്ലേഡാണ്. നെക്സ്റ്റ് വന്നത് ഇതൊരു ക്നീഡർ ബ്ലേഡ് എന്ന് പറയും. ഇത് വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും ഉള്ളതൊന്നുമല്ല, നമുക്ക് മാവ് കൊയ്ക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ആ മാസ്റ്റർ ഷെഫ് ജാറിൽ ഇട്ട് കൊടുത്തിട്ട് മാവ് ഇങ്ങനെ കൊഴിഞ്ഞ് വരും. അത് മാവ് ആക്കുന്നതാണ്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് സൂപ്പർ എക്സ്ട്രാക്ടർ ജാർ എന്ന് പറയും ഇതിന്. ഇത് നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ മുന്തിരി അതേപോലത്തെ കുരുകളൊക്കെ ഉള്ള അനാറ് അതൊക്കെ നമുക്ക് ജ്യൂസ് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഈ കുരുകളുള്ളത് കൊണ്ട്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ കുരു വേർതിരിച്ച് വരും കേട്ടോ. നമ്മളെ ജ്യൂസ് വേറെയും കുരു വേറെയും ആക്കി നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടും. അതിന് ഉപയോഗിക്കുന്ന ജാറാണ്. ഇതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല, കാരണം ഇത് നമ്മൾ യൂസ് ആക്കിയിട്ടില്ല. നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അരിച്ചെടുക്കാനുള്ളത് അരിപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലേഡും അത്യാവശ്യം നല്ലതാണ്. പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് കണ്ടില്ല ഒരു പൈപ്പ് രൂപത്തിൽ കാണുന്നുണ്ടാവും, വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ ജ്യൂസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ജാറ് ജ്യൂസ് അടിക്കുമ്പോൾ ജാറ് മോട്ടർമേൽ കണക്ട് ചെയ്യുമ്പം ഇതേപോലെ ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ജ്യൂസ് നമുക്ക് നേരെ വരും. അപ്പോൾ അടിയിലൊരു ഗ്ലാസ്സോ എന്തെങ്കിലും പാത്രമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അപ്പോൾ ജ്യൂസ് ഡയറക്റ്റ് ആ പാത്രത്തിലേക്ക് വരുന്നതായിരിക്കും. ആ ജാറിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു അരിപ്പുള്ള ആ ഒരു ജാറ് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആ ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വെക്കുക. എന്നിട്ട് നമുക്ക് മിക്സി ഓൺ ചെയ്യാം. പിന്നെ വരുന്നതാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ പേര് വന്നിട്ട് സിട്രസ് ബോൾ എന്നും സിട്രസ് കോൺ എന്നും പറയും. സിട്രസ് ബോൾ എന്ന് പറയുന്നത് ആ റൗണ്ടിലുള്ള അരിപ്പ പോലുള്ള സാധനം. സിട്രസ് കോൺ എന്ന് പറയുന്നത് ഞാനിതപ്പം എടുത്ത് പൊക്കിയില്ലേ ആ ഒരു സംഭവമാണ്. ഇത് വന്നിട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ മുസമ്പി പോലത്തതില്ലേ, മുസമ്പി അതൊക്കെ നമുക്ക് ജ്യൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതാണ്. അപ്പം ഈ ഒരു സിട്രസ് കോണിൻ്റെ മുകളിലായിട്ട് നമ്മളെ മുസമ്പി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കൈ ഒന്നും ആവില്ല കേട്ടോ. ഒന്ന് ജാറ് ഒന്ന് മിക്സി ഓൺ ചെയ്തിട്ട് അന്നപ്പോൾ അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ കളിക്കൂ. അപ്പോൾ ആ ഒരു ജ്യൂസ് നമ്മൾ ആ അരിപ്പയിലൂടെ താഴെ ജാറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗെയ്സ് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം കിച്ചണിൽ നമ്മളെപ്പോലുള്ളവർക്ക് എന്താ കട്ടിങ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മിക്സിനെ കൊണ്ട് നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.